ഇസ്രായേൽ ഗാസ യുദ്ധം അവസാനിച്ചതായി ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. ഇസ്രായേലിലേക്കുള്ള യാത്ര മധ്യേയാണ് യുദ്ധം അവസാനിച്ചതായുള്ള ട്രംപിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. Benjamin Netanyahu, the Prime Minister, has not gone so far as to say the war is over. In your view, is the war between Israel and Hamas over? War is over. The war is over. Okay, you understand that? ഇസ്രയേലിലെയും അറബ് രാജ്യങ്ങളിലെയും ജനത ഒരേ സമയം ഇത്രമേൽ സന്തോഷിച്ച അവസരം മുൻപ് ഉണ്ടായിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. It's a very special event. They had 500,000 people yesterday and today in Israel, and also the Muslim and Arab countries are all cheering. Everybody's cheering at one time. That's never happened before. Usually if you have one cheering, the other isn't. The other is the opposite. This is the first time everybody is amazed and they're thrilled, and it's an honor to be involved, and we're going to have an amazing time, and it's going to be something that's never. ബന്ദികളുടെ മോചനത്തിന് സാക്ഷിയാകാനാണ് ട്രംപിന്റെ ഇസ്രായേൽ യാത്ര. തുടർന്ന് അദ്ദേഹം ഈജിപ്തും സന്ദർശിക്കും. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മധ്യസ്ഥ രാജ്യമായ ട്രംപ് നന്ദി അറിയിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഗാസ ഇസ്രായേൽ യുദ്ധം ഇപ്പോൾ അവസാനിച്ചതായി ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ശ്രുതി, ഗാസ ഇസ്രായേൽ യുദ്ധം സമ്പൂർണ്ണമായി അവസാനിച്ചതായി ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ട്രംപ് ഈ പ്രഖ്യാപനം നടത്തുന്നത് ചില അന്തിമ ചർച്ചകൾക്ക് ശേഷമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ കേട്ടതുപോലെ, അല്പസമയം മുമ്പ് കേട്ടതുപോലെ, വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് വിശദമായി വിമാനത്തിൽ കയറിയതിനു ശേഷം ചില കാര്യങ്ങൾ പറയാമെന്നായിരുന്നു. അതിനുശേഷമാണ് ഗാസ യുദ്ധം അവസാനിച്ചതായി കൃത്യമായൊരു നിലപാട് അദ്ദേഹം ഔദ്യോഗികമായി ഒരു ഓഡിയോ മെസ്സേജിലൂടെ അറിയിക്കുകയും ചെയ്തത്. ഈ നിലപാട് അറിയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗാസ യുദ്ധം അവസാനിച്ചു എന്നൊരു നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് ലോകം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, നേരത്തെ അദ്ദേഹം വ്യാഖ്യാനിച്ചതുപോലെ അറബ് രാജ്യങ്ങളും ഇസ്രായേൽ ജനതയും ഒരേ സമയം ഇത്രമേൽ സന്തോഷിച്ച ഒരു അവസരം മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും അത് യാഥാർത്ഥ്യം തന്നെയാണ്. അറബ് ജനതയും അതുപോലെ തന്നെ പ്രദേശത്തിലുള്ള മറ്റ് നിവാസികളും അതുപോലെ തന്നെ ഇസ്രായേൽ ജനതയും ഒരേപോലെ തന്നെ ഈ ദിവസത്തെ ആഘോഷിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിച്ചൊരു സാഹചര്യം തന്നെയാണുള്ളത്. മറ്റൊരു സുപ്രധാന ഘടകം എന്ന് പറയുന്നത്, അദ്ദേഹം യാത്ര തിരിച്ചിരിക്കുന്നത് ഇസ്രായേലിലേക്കാണ്. ഇസ്രായേലിൽ ബന്ദികളുടെ മോചനത്തിന് അദ്ദേഹം സാക്ഷിയാവുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഈജിപ്തും സന്ദർശിക്കുമെന്നറിയുന്നുണ്ട്. തുടർ ചർച്ചകൾ ഈജിപ്തിൽ നടക്കുന്നുണ്ട്. ഏത് രീതിയിലുള്ള പുനർനിർമ്മാണം വേണം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗാസയുടെ വിശദാംശങ്ങൾക്ക് വിശദമായ തുടർ ചർച്ചകളുണ്ട്. അതിലും അദ്ദേഹം പങ്കെടുക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ ഇസ്രായേലിലേക്ക് തിരിച്ചിരിക്കുന്ന അദ്ദേഹം ബന്ദികളുടെ മോചനം ഇന്ന് നടപ്പാകുന്നതോടെ, അത് യാഥാർത്ഥ്യമാകുന്നതോടെ പിന്നീട് നേരെ ഈജിപ്തിലേക്ക് തിരിക്കുകയും ചെയ്യും. ഇത് തന്നെയായാലും വലിയൊരു സംഘർഷ സാധ്യതയിൽ നിന്ന് ലോകത്തെ മോചിപ്പിച്ചു എന്നൊരു യാഥാർത്ഥ്യം അമേരിക്കൻ പ്രസിഡന്റിനെ തീർച്ചയായും അവകാശപ്പെട്ടത് തന്നെയാണ്. വളരെ വ്യക്തമാണ് ഐസൻ. എന്നാലും തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി വരാനുണ്ട്.